ഹായ് ഓൾ. LDC വേരിയസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി വിദ്യാർത്ഥികളുടെ പൊതുവായിട്ടുള്ള സംശയങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഔട്ട്സൈഡ് SSCRT എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നമ്മുടെ SSCRTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ LDC വേരിയസിൻ്റെ സിലബസ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പോയിന്റ്സുകൾ അല്ലെങ്കിൽ ഒത്തിരി ടോപ്പിക്കുകൾ നമ്മൾ സെലക്റ്റീവായിട്ട് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് പഠിക്കണം. അത് ഏതൊക്കെയാണ്? രണ്ടാമത്തത് NCERT ചാപ്റ്റേഴ്സ് ഒരു LDC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം? നമുക്കറിയാം വളരെ പരിമിതമായ ദിവസങ്ങളെ ഇനി നമ്മുടെ മുന്നിലേക്കുള്ളൂ. ആ ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ആവശ്യമുള്ളത് മാത്രം പഠിക്കാനും അത് പഠിച്ചത് പരീക്ഷ വരെ ഓർത്തിരിക്കാനും നമുക്ക് സാധിക്കണം. അത് എങ്ങനെ ചെയ്യാം? ഇനി നാലാമത്തെ ടോപ്പിക്, നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ? അതായത് ഒത്തിരി വിദ്യാർത്ഥികളുടെ പരാതിയും ഒത്തിരി വിദ്യാർത്ഥികൾ പ്രിഫർ ചെയ്യുന്നതുമായ മെത്തേഡാണ് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. പഠിക്കുന്ന ചാപ്റ്റേഴ്സിനോടൊപ്പം നോട്ട് എഴുതി പോവുക, അല്ലെങ്കിൽ കേൾക്കുന്ന ക്ലാസ്സിനോടൊപ്പം നോട്ട് എഴുതി പോവുക. എന്നാൽ ഇത് ഒത്തിരി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈം കൺസ്യൂമിങ് കൂടെയാണ്. അത് കണക്കിലെടുത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ നാലാമത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് വരാം. ഔട്ട്സൈഡ് SSCRT എന്തൊക്കെ പഠിക്കണം? അതായത് നമ്മുടെ SSCRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു LDC പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ബിക്കോസ് നമ്മുടെ 10th ലെവൽ എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ SSCRT ചാപ്റ്റേഴ്സിൻ്റെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാൽ പോലും സിലബസിനെ ഓവറോൾ കവർ ചെയ്യാൻ SSCRT കൊണ്ട് മാത്രമാവില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് SSCRTക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടി വരും. അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമ്മൾ കൂടുതൽ SSCRTക്ക് പുറമെ വായിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിന് തന്നെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് സ്റ്റഡിയാണ്. അതായത് ചില ടോപ്പിക്കുകളുണ്ട്, നമുക്ക് SSCRTനെ റിലേ ചെയ്യുകയും വേണം, എന്നാൽ ചില ടോപ്പിക്കുകൾ SSCRTക്ക് പുറത്തുനിന്ന് പഠിക്കുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SSCRTയിൽ നിന്ന് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ വരും. ഒത്തിരി ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ SSCRTനെ പൂർണ്ണമായി റിലേ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ ജോഗ്രഫി. എന്നാൽ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ SSCRTയിൽ നിന്നുമുണ്ട്, ഒപ്പം തന്നെ ചില ടോപ്പിക്കുകൾ SSCRTക്ക് പുറത്തുനിന്ന് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ 5 ഇയർ പ്ലാൻ SSCRTക്ക് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒപ്പം തന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിൽ ടോപ്പിക്കുകളെ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കണം. SSCRT ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ടോപ്പിക്ക് ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ആ രീതിയിൽ നമ്മുടെ സിലബസിൽ നിന്ന് കണ്ടെത്തണം. ഇനി അത് കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2020 ശേഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് PSC ചോദിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പോലും ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഭയക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, SSCRTയിൽ നിന്നുള്ള കണ്ടന്റുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇപ്പോൾ അതിലില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ എലിമിനേറ്റ് ചെയ്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ രീതിയിൽ ക്വസ്റ്റ്യനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ള ആ ഒരു ക്വസ്റ്റ്യനോടുള്ള ഒരു ഭയം, ബിക്കോസ് ഇത്ര സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാൻ തന്നെ കുറച്ച് പേർക്ക് മടിയാണ്. അപ്പോൾ ആ ഒരു മടിയെല്ലാം മാറ്റണമെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇന്ത്യൻ ഭരണഘടന നമ്മൾ പറഞ്ഞു, ഔട്ട്സൈഡ് SSCRT ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ SSCRTക്ക് പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കേരള ഭരണരംഗം നമുക്ക് SSCRTയിൽ കൂടുതൽ റിലേ ചെയ്യാൻ കഴിയാത്തൊരു ടോപ്പിക്കാണ്. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അധികം നമുക്ക് ഇതിൽ കാണാനും സാധിക്കില്ല. ബിക്കോസ് ഒരു സിലബസിലേക്ക് പുതിയ വന്നൊരു ടോപ്പിക്കും കൂടെയാണ് കേരള ഭരണരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2020 ശേഷമുള്ള പരീക്ഷകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഇത് പഠിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിലുകൾ അത്യാവശ്യം നല്ലൊരു സോഴ്സാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് വേറെ നമ്മൾ വേഗമായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ടൈം കൺസംഷൻ വരും. ഈ ഒരു സമയത്ത് നമുക്ക് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാനുമില്ല. ദെൻ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്ട്സുകൾ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി SSCRTനെ റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് അതിൽ തന്നെ ആവശ്യത്തിലധികം നമുക്ക് പഠിക്കാനുണ്ട്. അത് ഓർത്തിരിക്കാൻ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഇതിൽ കിട്ടാത്ത ചോദ്യങ്ങൾക്ക് പുറകെ പോകുന്നതിനേക്കാൾ കിട്ടുന്ന ചോദ്യങ്ങൾ മിസ് ചെയ്യാതിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് പഠിക്കുന്നതിന് മുമ്പേ ഇൻസൈഡ് പഠിച്ച് അത് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കാം. ഇനി കേരളം, കല, കായികം, സാഹിത്യം മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ SSCRTയിലുള്ള കണ്ടന്റുകളുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. മാത്രമല്ല കറണ്ട് അഫേഴ്സിന് ഈ ഒരു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സാഹിത്യ അക്കാദമി അവാർഡുകൾ, കായികവുമായിട്ട് ബന്ധപ്പെട്ട അവാർഡ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിന്ന് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പുറത്തുനിന്നായിട്ടൊന്നും വേറൊന്നും കമ്പ്യൂട്ടറിൻ്റെ മേഖലയിൽ വരത്തില്ല. അതുകൊണ്ട് SSCRT ടെക്സ്റ്റ് വായിക്കാനൊക്കെ മെനക്കിടുന്നതിനേക്കാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ദെൻ സുപ്രധാന നിയമങ്ങൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫെയിൽ നല്ലൊരു സോഴ്സ് ആയിരിക്കും.
ബിക്കോസ് നമ്മൾ ബേറാക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും സമയമുള്ളവർക്കും കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഒരു റാങ്ക് ഫയലിനെ റെഫർ ചെയ്യുന്നതും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നതും നല്ലൊരു മെത്തേഡായിരിക്കും. ഇനി ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡെയിലി പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഡെയിലി കറണ്ട് അഫേഴ്സ്. ഇനിയുള്ള സമയത്ത് നമുക്ക് അങ്ങനെ ഓരോ ഡേ ബൈ ഡേ കറണ്ട് അഫേഴ്സ് പഠിച്ച് പോകാനുള്ള സമയവുമില്ല, അതിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റിയും കുറവാണ്. അപ്പോൾ പ്രോബിലിറ്റി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ ആദ്യം കറണ്ട് അഫേഴ്സിൽ പോലും പിക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെ പിക്ക് ചെയ്യാം, ഏതൊക്കെയാണ് മേഖലകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സബ്ജക്ട്സുകളാണ്. ഈ ഒരു സബ്ജക്ട്സുകൾ പ്രാക്ടീസാണ് നമ്മളെ ഈ ഒരു സബ്ജക്റ്റിലുള്ള 30 മാർക്ക് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 സബ്ജക്ട്സിനും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പല വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് സീരീസ് മാത്രം റിലേ ചെയ്താൽ മതിയെന്ന്. ഞാൻ ഉറപ്പിച്ച് പറയും, ബിക്കോസ് അത് മാത്രം ഫോളോ ചെയ്തില്ല. നമ്മൾ ടെസ്റ്റ് സീരീസ് ഉപയോഗിക്കുമ്പോൾ പോലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് നമ്മൾ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ചതിന് ശേഷം അത് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, അല്ലാതെ ആ ക്വസ്റ്റ്യൻസ് മാത്രം കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് SSCRT പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സബ്ജക്ട്സുകൾ പഠിക്കണം. ദെൻ അങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ SSCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ SSCRTയും കംപ്ലീറ്റ് ചെയ്യും, ഈ പറഞ്ഞ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് സിലബസ് ഓവറോൾ ഡിവൈഡ് ചെയ്താണ് നമ്മൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ മാർക്ക് ഓരോ മേഖലകളിൽ നിന്നും ഉറപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല ഡെയിലി ഇത്തരത്തിൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ SSCRT ചാപ്റ്റർ വൈസിലാണെങ്കിൽ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ പോർഷനാണ് വീക്ക് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടുകളാണ് വീക്ക്, കൺകോഡാണ് വീക്ക്, അത് ടെൻസിൻ്റെ മേഖലയാണ് വീക്ക് തുടങ്ങിയ അത്തരത്തിൽ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ ഐഡന്റിഫൈ ചെയ്യാം. വീക്ക്നെസ്സുകൾ തിരുത്താതെ ഒരിക്കലും നമുക്ക് നമ്മുടെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മിസ്റ്റേക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാതെ വെറുതെ ഇങ്ങനെ വാരി വലിച്ച് പിന്നെയും പഠിച്ചിട്ട് കാര്യമില്ല. എവിടെയാണോ നമുക്ക് മാർക്ക് പോകുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി മാക്സിമം ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ ഡെയിലി പഠിക്കുമ്പോൾ ആ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു എയിം മുൻനിർത്തിയാണ് നമ്മളിത് ഇപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ 4th ബാച്ച് പോലും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇനിയും പല വിദ്യാർത്ഥികളും ആവശ്യപ്പെടുകയാണ്, അവർക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒന്നേ പഠിച്ചു പോകണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 4th ബാച്ച് ഇപ്പോൾ March 1 സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി NCERT ചാപ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കാം. NCERT ചാപ്റ്റേഴ്സ് ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലിലാണ് NCERT ചാപ്റ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. എന്നാൽ 10th ലെവൽ എക്സാമായ LDCക്ക് NCERT ചാപ്റ്റേഴ്സിന് വലിയ ഒരു പ്രാധാന്യമില്ല. അത് പഠിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, പഠിക്കാം. പക്ഷേ നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് SSCRT ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയി, കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആയി, ഒപ്പം തന്നെ അത് റിവിഷൻ ചെയ്ത് SSCRTക്ക് പുറത്തു നിന്ന് ചോദിക്കുന്ന പോർഷൻസ് ആയിട്ടുള്ള നമ്മുടെ കേരള ഗവേണൻസ് ആക്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടോപ്പിക്കുകൾ അതെല്ലാം പഠിച്ചതിന് ശേഷം അത് റിവിഷൻ ചെയ്തതിന് ശേഷം പിന്നീട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് NCERT ചാപ്റ്റേഴ്സിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും എന്ന് അല്ലെങ്കിൽ ചോദിക്കുന്ന ഉറപ്പുള്ള മേഖലകൾ പഠിക്കാതെ ഇതിലേക്ക് പോയിട്ട് വലിയ യൂസ് ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ദെൻ ഇനിയുള്ള ദിവസം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം? നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ PSC എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റാങ്ക് ഫയൽ വാങ്ങും, മെറ്റീരിയൽസ് വാങ്ങും, ഒരുപാട് ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യും. പക്ഷേ ഇതിനേക്കാളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ സമയമാണ്. നമ്മൾ ചിലർ 1 വർഷം, 2 വർഷം, 3 വർഷം അതിൽ കൂടുതൽ വർഷങ്ങൾ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിന് നമ്മളാണ് ആ ഒരു സമയത്തിന് വില കൊടുക്കണം. കാര്യം നമ്മുടെ മനുഷ്യായുസ്സിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമയമാണ് നമ്മൾ കളയുന്നത്. അതുകൊണ്ട് ആ സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ എന്തെല്ലാം പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണം, ദിവസവും എന്തെല്ലാം പഠിക്കണം, ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു കൃത്യത ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾക്കൊരു ഡെയിലി വർക്കൗട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഡെയിലി പ്രയോറിറ്റി കൊടുക്കണം, അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഡെയിലി ടൈം ടേബിളിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യം പിന്നെ പരീക്ഷ വരെ മറക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ റിവിഷനാണ്. ആ കൃത്യമായ റിവിഷൻ എങ്ങനെ ചെയ്യാം? അതായത് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, അതായത് പിന്നെ എടുത്ത് വായിച്ച് നോക്കാൻ, ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? അതായത് മാക്സിമം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇന്നൊരു കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കും. അത്തരത്തിൽ ഓർത്തെടുക്കുക, പഠിച്ച സബ്ജക്റ്റിനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ മറ്റൊരു മെച്ചം കൂടെയുണ്ട്. അവിടെ റിവിഷൻ നടക്കും, ഒപ്പം തന്നെ നമ്മുടെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരുതിയ പോർഷൻസ് ഏതാണെന്നുള്ള കണ്ടെത്തി ആ ഒരു വീക്ക് പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അത്തരത്തിൽ ഡെയിലി കറക്ഷൻ നമ്മുടെ പഠനത്തോടൊപ്പം നമ്മുടെ ഡെയിലി കറക്ഷൻ നടത്തി വേണം മുന്നോട്ട് പോകാൻ. ബിക്കോസ് നമുക്കിത് പരീക്ഷ ഹോളിൽ പോയി കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. ബിക്കോസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മാർക്ക് നഷ്ടപ്പെട്ടാൽ പോലും ആ മാർക്ക് നമുക്ക് പരീക്ഷയ്ക്ക് നേടാൻ സാധിക്കും. പരീക്ഷയ്ക്ക് നേടിയാൽ നമുക്ക് ഒരു ജോലി നേടാൻ സാധിക്കും. ആ രീതിയിൽ നമ്മൾ നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നോട്ട് മേക്കിംഗ്. പല വിദ്യാർത്ഥികളിലും കണ്ടുവരുന്ന പ്രവണതയാണ് നോട്ടുകൾ ഉണ്ടാക്കുക. ഈ നോട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നാളെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നോട്ട് ഉണ്ടാക്കാതിരിക്കുക. ബിക്കോസ് പലരും വളരെ ഉരുട്ടിപ്പിടിച്ച് അത്തരത്തിലാണ് നോട്ട്സുകൾ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ നോട്ട് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്ത് വെക്കാറുള്ളൂ. അല്ലാതെ ഇതെല്ലാം നമ്മുടെ ഗൈഡിലും റാങ്ക് ഫെയിൽ അല്ലെങ്കിൽ SCRT ടെക്സ്റ്റിൽ എല്ലാം ഉള്ള കണ്ടന്റുകളാണ്. അത് വേണമെങ്കിൽ ഒരു അണ്ടർലൈൻ ചെയ്തിടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. അല്ലാതെ അത് പിന്നീട് ഒരു പുസ്തകത്തിലേക്ക് പകർത്തി എഴുതേണ്ട ആവശ്യം നമുക്കില്ല. ഇനി പകർത്തി എഴുതണം എന്നുണ്ടെങ്കിൽ പോലും അതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ എന്നുള്ളതായിരിക്കും. അല്ലാതെ പിന്നെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഓർത്തെടുക്കാൻ വേണ്ടി മാക്സിമം എക്സാംസുകൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ എഫക്റ്റീവ് എന്ന് തോന്നുന്നത് അത് നിങ്ങളുടെ പഠനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് ലീവ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആഫ്റ്റർ PSC. താങ്ക് യു ഓൾ.